രാത്രിയിൽ കാണാതായ ബസ് നമ്പർ 375 പിന്നീട് കണ്ടെത്തി. പെട്രോൾ ടാങ്കിൽ രക്തമായിരുന്നെന്ന് പോലീസ്. ബീജിംഗിലെ നഗരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെയും കയറ്റി ഗ്രാമത്തിലേക്ക് പോകുന്ന ബീജിംഗ് 375 ബസ് ആളുകൾ സ്ഥിരം ആശ്രയിച്ചിരുന്ന ഒരു ബസ്സാണിത്. രാത്രിയിൽ തിരിക്കുന്ന ഈ ബസ്സാണ് യുവാൻ മിങ് ഹ്വാൻ ബസ് ടെർമിനലിൽ നിന്നുള്ള അവസാനത്തെ ബസ്. 1995 നവംബർ 14 പതിവ് പോലെയുള്ള യാത്രയിലായിരുന്നു ബസ്. കനത്ത കോടയുള്ള വഴികളിലൂടെയുള്ള യാത്ര. പരിചിതമായ വഴികളായതിനാൽ ഡ്രൈവർ അനായാസം വണ്ടിയോടിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആളുകളെല്ലാം പല സ്റ്റോപ്പുകളിലായി ഇറങ്ങി. ബസ്സിൽ വനിതയായ കണ്ടക്ടർ ഡ്രൈവറും മാത്രമേയുള്ളൂ. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അകന്നപ്പോഴേക്കും വഴിയരികിൽ നിന്ന് ഒരു പ്രായമായ സ്ത്രീയും ചെറുപ്പക്കാരനും ബസ്സിൽ കയറി. അല്പദൂരം കഴിഞ്ഞപ്പോൾ വേറെ 3 പേരും, വിചിത്രമായി വേഷം ധരിച്ച 3 പേർ. ഏതോ നൂറ്റാണ്ടിൽ നിന്ന് ഇറങ്ങിവന്നതുപോലെയുണ്ട് അവരെ കണ്ടാൽ. ബസ്സിൽ കയറി പല സീറ്റുകളിലായി അവരിരുന്നു. കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോൾ പ്രായമായ സ്ത്രീ ചാടി എണീറ്റു. തന്റെ പേഴ്സ് മോഷ്ടിക്കപ്പെട്ടുവെന്ന് പറഞ്ഞ ബഹളം വെച്ചു. ചെറുപ്പക്കാരനാണ് മോഷ്ടിച്ചതെന്നും അവർ ആരോപിച്ചു. അവർ തമ്മിൽ വാക്കുതർക്കമായി. അതോടെ ഡ്രൈവർ 2 പേരെയും ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടു. വഴിയിലിറങ്ങിയതോടെ വൃദ്ധൻ ദേഷ്യമെല്ലാം മാറ്റിവെച്ച് ചെറുപ്പക്കാരനോട് കാര്യം പറഞ്ഞു. സത്യത്തിൽ അവർ അയാളുടെ ജീവൻ രക്ഷിക്കുകയായിരുന്നുവത്രേ. കാരണം അവസാനം കയറിയ 3 പേർക്കും എന്തൊക്കെയോ അസ്വാഭാവികതയുണ്ടെന്നും അതുകൊണ്ടാണ് ബസ്സിൽ നിന്നിറങ്ങിയതെന്നും പ്രായമായ സ്ത്രീ പറഞ്ഞു. അതോടെ വൃദ്ധൻ കൂട്ടി ചെറുപ്പക്കാരൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. കഥയെല്ലാം പറഞ്ഞെങ്കിലും വിശ്വസിക്കാൻ പോലീസുകാർ തയ്യാറായില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസം ബസ് കമ്പനി പുറത്തിറക്കിയ കുറിപ്പ് കണ്ട് എല്ലാവരും അമ്പരന്നു. റൂട്ട് 375ലേക്കുള്ള അവസാന ബസ് ഇന്നലെ രാത്രി കാണാതായിരിക്കുന്നു. ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവറും ബസ് കോണ്ടക്ടറും അതിനൊപ്പം അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതറിഞ്ഞയുടനെ പോലീസ് ബസ്സിൽ നിന്ന് രക്ഷപ്പെട്ട 2 പേരെയും തേടിയെത്തി. അറിയാവുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞെങ്കിലും ബസ്സിനെക്കുറിച്ച് ഒരു തുമ്പും കിട്ടിയില്ല. 3-ാം ദിവസം 100 കിലോമീറ്റർ അകലെയുള്ള ഒരു ഡാമിൽ നിന്നാണ് ബസ് കണ്ടെത്തിയത്. പോലീസിനെ ഞെട്ടിച്ച കുറെ കാര്യങ്ങൾ അവർ ബസ്സിനുള്ളിൽ കണ്ടു. പെട്രോൾ ടാങ്കിൽ നിറച്ചിരുന്നത് രക്തമായിരുന്നു. വല്ലാതെ അഴുകിയ 3 മൃതദേഹങ്ങളും ബസ്സിലുണ്ടായിരുന്നു. 48 മണിക്കൂർ കഴിയും മുമ്പേ എങ്ങനെ ഇത്ര അഴുകിപ്പോയി എന്നതായിരുന്നു അവരുടെ പ്രധാന ചിന്ത. എന്തായാലും ബസ് അവിടുന്ന് പുറത്തെത്തിച്ച് ഡിപ്പോയിലേക്ക് മാറ്റി. പതുക്കെ ആളുകൾ ഇതെല്ലാം മറന്നു തുടങ്ങി. എന്നാൽ അവിടം കൊണ്ടും കഥ തീർന്നില്ല. ദിവസങ്ങൾ കഴിയുന്തോറും ഈ ബസ്സിനെ ചുറ്റിപ്പറ്റി കുറെ വിചിത്രമായ സംഭവങ്ങളുണ്ടാകാൻ തുടങ്ങിയെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചില രാത്രികളിൽ ബസ് തനിയെ നഗരം ചുറ്റാൻ പോവുമെന്നതാണൊരു കഥ. വഴിയിൽ വെച്ച് ചിലരെ കയറ്റുകയും ചെയ്യുമത്രേ. ബസ് അപകടത്തിൽ മരിച്ചവരുടെ പ്രേതങ്ങളാണ് ഇങ്ങനെ ബസ്സിൽ കയറിപ്പോവുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. ആളുകളുടെ ഭ്രാന്തൻ ചിന്തകൾ മാത്രമാണ് ഈ കഥകളെന്ന് ചിലർ തറപ്പിച്ചു പറയുമ്പോഴും അത് അംഗീകരിക്കാൻ കഥകളുണ്ടാക്കുന്നവർ തയ്യാറാവുന്നില്ല. വോയിസ് ഓഫ് ഭാരതത്തിന് വേണ്ടി ഈ സ്റ്റോറി തയ്യാറാക്കിയത് എഡിറ്റർ റെന്നി ജോർജ്.